യഥാർത്ഥത്തിൽ എൻ്റെ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷിഫ്റ്റിങ്ങിനുള്ള അപേക്ഷ ഫോം നമ്പർ 7 ആണ്. ഷിഫ്റ്റിംഗ് സാധ്യമാകുക ഒരു പഞ്ചായത്തിനകത്തോ മുനിസിപ്പാലിറ്റിക്കകത്തോ ആണെങ്കിൽ മാത്രമേ ഷിഫ്റ്റിംഗ് സാധ്യമാവുകയുള്ളൂ, ഇലക്ഷൻ സിസ്റ്റം അനുസരിച്ച്. എന്റേത് പെരുമണ്ണ പഞ്ചായത്തിലായിരുന്നു എന്റെ വോട്ട്. അത് ഞാൻ ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ നിലവിലുള്ള എന്റെ വീട്ടു നമ്പറിലേക്ക്, താമസിക്കുന്ന വീട്ടു നമ്പറിലേക്ക് മാറ്റാൻ ഞാൻ ഫോം നമ്പർ 4 അനുസരിച്ച് വോട്ട് പുതുതായി ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തു. അത് മാത്രമേ സാധ്യമാവുള്ളൂ. പക്ഷെ അതിൽ ഒരു കാര്യമുണ്ട്. അപേക്ഷ കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ വോട്ടർ ID ഉൾപ്പെടെ ഞാൻ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വോട്ടർ ID ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ആധാറിന്റെ കോപ്പി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി നിലവിൽ വോട്ടർ ID അനുസരിച്ച് വോട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം, ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം ഇലക്ടറൽ ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ യഥേഷ്ടം അപേക്ഷകൾ പലയിടത്തുനിന്ന് വരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട്. അത് അവരുടെ ഭാഗത്ത് നിന്ന് വന്നതായിരിക്കുന്ന ഒരു ലാപ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കാര്യം, ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുള്ളതായിരിക്കുന്ന ഹാൻഡ് ബുക്കിൽ 6.11 6.11 വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു വാചകം. അത് ഒരു പേര് ഉൾപ്പെടുത്തുന്നതിനുള്ള സംഗതിയിൽ അപേക്ഷകൻ മറ്റേതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലെ വാർഡിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ ആ വിവരം അയാളുടെ പേര് ഇതിനകം ഉൾപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന ഇലക്ടറൽ രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതും അവിടെ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷനാണ്. അപ്പൊ എന്റെ ID കാർഡ് ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അവിടെ നിന്നുള്ളതായിരിക്കുന്ന വോട്ട് നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഇലക്ഷൻ സിസ്റ്റത്തിന്റെയാണ്. അല്ലാതെ ഞാന് ഇരട്ട വോട്ട് ചെയ്യാൻ വേണ്ടി 2 വോട്ട് 2 സ്ഥലത്ത് ചേർത്തു എന്ന് ആരോപണം ഉന്നയിക്കാൻ, നരേന്ദ്രമോദിയെ പോലെ ആരോപണം ഉന്നയിക്കാൻ CPM ജില്ലാ സെക്രട്ടറിക്ക് അല്ലാതെ വേറെ ആർക്കും പറ്റില്ല. അദ്ദേഹം BJPയുടെ നാവായി അദ്ദേഹം മാറി. അപമാനകരമാണ്. CPMന്റെ ഒരു ഉത്തരവാദപ്പെട്ടതായിരിക്കുന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി. പിന്നെ മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയും സമയമുണ്ട് റെക്ടിഫൈ ചെയ്യാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോ ഒരു ലിസ്റ്റ് വന്നു. വോട്ട് ആഡ് ചെയ്യാൻ, വോട്ട് മാറ്റാൻ ഒക്കെയുള്ള സമയം ഇനിയും കിടക്കുകയാണ്. ഞാന് ഇലക്ടറൽ ഉദ്യോഗസ്ഥന്മാരോട് എന്റെ പേര് മാറ്റണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും ഞാൻ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെയും ആവശ്യപ്പെട്ടിട്ടുണ്ട്, പെരുമണ്ണ പഞ്ചായത്തിലും ആവശ്യപ്പെട്ടു. എന്റെ പേര് മാറ്റണം. മാത്രമല്ല, ഇന്ന് കൽപ്പറ്റ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഞാൻ വാക്കാൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇവിടെ ചേർത്തിയതുകൊണ്ട് അവിടെയുള്ള വോട്ട് ഒഴിവാക്കണം എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ലാബ്സ് നിങ്ങൾ തിരുത്തി അത് പുനഃക്രമീകരിക്കണം എന്നുള്ളതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഒരു അവസരം കൂടെ ഇനിയും കിടക്കുകയാണ്. ഇപ്പോ എലക്ഷന് മുമ്പ് എല്ലാ ലിസ്റ്റും വന്ന് ഫൈനൽ വോട്ടർ പട്ടികയുമായി നമ്മൾ ഇലക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ സിദ്ദിഖ് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഏർപ്പാട് ചെയ്തത് എന്നുള്ള പറയാം. എന്നാൽ ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വന്നതായിരിക്കുന്ന വീഴ്ച, നിലവിൽ ഒരു വോട്ട് എവിടെയുണ്ടോ ആ വോട്ട് ഒഴിവാക്കപ്പെടാനുള്ള ഉത്തരവാദിത്തം അവരുടെയാണ്. ഫോം നമ്പർ 7 അനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് പഞ്ചായത്തുകൾക്കകത്ത് മാത്രമേ പറ്റൂ. പുതുതായി ആഡ് ചെയ്യാനാണ് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഫോം നമ്പർ 4 അനുസരിച്ച് പറ്റുകയുള്ളൂ. ആഡ് ചെയ്യാൻ ഒരു പഞ്ചായത്തിൽ നിന്ന് വേറെ പഞ്ചായത്തിലേക്ക്, ഒരു പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് വോട്ട് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ഫോം നമ്പർ 4 മാത്രമേ സാധ്യമാവുകയുള്ളൂ. അത് പുതുതായി ആഡ് ചെയ്യാനാണ്. ഷിഫ്റ്റിംഗ് സാധ്യമല്ല. അതുകൊണ്ടാണ് പുതുതായി വോട്ട് ആഡ് ചെയ്യാൻ കൊടുത്തത്. ആഡ് ചെയ്യാൻ കൊടുത്തപ്പോ എന്റെ ഇലക്ഷൻ ID
പ്രൂഫ് അതിന്റെ കൂടെ വെച്ചു. ഇലക്ഷൻ ID വെച്ചില്ലെങ്കിൽ പറയാ എന്താ, ഇവിടെയും വോട്ട് അവിടെയും വോട്ട് എന്ന് പറയാം. എന്റെ ഇലക്ഷൻ ID പ്രൂഫ് വെച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ വോട്ട് ഉണ്ട്, അത് റെക്ടിഫൈ ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന നിർദ്ദേശമാണ്. അത് അവിടെ നിർദ്ദേശം സാധാരണ ഇപ്പോ ഹാൻഡ് ബുക്കിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുള്ള ഹാൻഡ് ബുക്ക് 6/11 വളരെ കൃത്യമായി പറയുന്നുണ്ട്, മറ്റെവിടെയെങ്കിലും വോട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് മാറ്റണം എന്നാണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. എന്നിട്ട് BJPക്ക് വേണ്ടി വക്കാലത്ത് പിടി. രണ്ട് കാര്യമാണ് അവിടെ. ഒന്ന്, CPM ജില്ലാ സെക്രട്ടറിക്ക് CPMന്റെ വയനാട് ജില്ലയുടെ നിയന്ത്രണം ഇതുവരെ കിട്ടിയില്ല. വലിയ ആഭ്യന്തര പ്രശ്നത്തിലൂടെ പോവാണ്. പടലപ്പിണക്കങ്ങളും അടിയും വഴക്കുമായി വയനാട് ജില്ലയിലെ CPM പോവുകയാണ്. കുതികാൽ വെട്ടിലൂടെ അധികാരത്തിൽ വന്നതായിരിക്കുന്ന CPM ജില്ലാ സെക്രട്ടറി വയനാട് ജില്ലയിൽ മറ്റുള്ളവരുമായി രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കി തന്റെ നിയന്ത്രണം CPMൽ ഉറപ്പിക്കാൻ മറ്റുള്ളവരെ കരുവാക്കുക. ആ ഏർപ്പാട് ഞങ്ങളോടൊന്നും വേണ്ട എന്ന് CPM ജില്ലാ സെക്രട്ടറിയോട് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുക. അത് പാർട്ടിക്കകത്ത് മതി, ഞങ്ങൾക്കെതിരായിട്ടൊന്നും വേണ്ട. മാത്രമല്ല, ഒരവസരം കൂടെ ഇത് റെക്ടിഫൈ ചെയ്യാനുള്ളത് വരികയാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. കള്ള വോട്ടിന്റെയും ഇരട്ട വോട്ടിന്റെയും ഇരയാണ് ഞാൻ. 2014 കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോ ഞാൻ 2014 20,000-ൽ പരം കള്ളവോട്ടിന്റെ വ്യാജ വോട്ടിന്റെ CPM നിയന്ത്രിച്ച് നടപ്പിലാക്കിയതിന്റെ ഫലമായി പരാജയപ്പെട്ട ഒരാളാണ്. എന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കള്ളവോട്ട് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം 5 മണി സമയത്താണ് ഞാൻ പയ്യന്നൂരിലെ പെരുമ്പ ബൂത്തിലെത്തുമ്പോ എന്റെ ബൂത്ത് ഏജന്റിനെ അടിച്ച് നിലത്തിട്ടിരിക്കുക. അവിടെ നിന്ന് മറ്റൊരു ഫോൺ കോൾ വന്ന് ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയ സമയത്ത് അവിടുത്തെ ബൂത്ത് ഏജന്റ് ആയിട്ടുള്ള വനിത EVMന്റെ മേലെ കിടക്കുകയായിരുന്നു. അവരുടെ മുടി പിടിച്ചിരിക്കുകയായിരുന്നു CPM ബൂത്ത് ഏജന്റ് കള്ളവോട്ട് ചെയ്യാതിരിക്കാൻ. EVMന്റെ മേലെ കിടക്കുകയായിരുന്നു. ഇതിനൊക്കെ എതിരായിട്ട് പോരാടിയും പ്രവർത്തിച്ചും വന്നതാണ്. അതുകൊണ്ട് ആരോപണം യഥാർത്ഥത്തിൽ BJPയെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. നരേന്ദ്രമോദി വയനാട് പാർലമെന്റ് ആണല്ലോ, വയനാട് പാർലമെന്റിലെ MLAക്കെതിരാണല്ലോ ആരോപണം. സ്വാഭാവികമായി അത് നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനും അമിത്ഷായ്ക്കും ആയുധം കൊടുക്കുക, ആ ഏർപ്പാടാ ചെയ്തുകൊണ്ടിരിക്കണേ. ഇനി ഒരു സമയം കൂടെ റെക്ടിഫൈ ചെയ്യാനുണ്ട്. മാത്രമല്ല, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ചുമതലയാണത്. ഞാൻ അതിന്റെ എന്റെ അപേക്ഷയുടെ കൂടെ എന്റെ വോട്ടർ ID കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അവർ ചെയ്യാത്തത് ചെയ്യണം എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ആരോപണം നിലനിൽക്കുന്നില്ല. ഇരട്ട വോട്ടും വ്യാജ വോട്ടും കോൺഗ്രസിന്റെയും UDFന്റെയും സമീപനമല്ല. ഞങ്ങളൊന്നും അങ്ങനെ ഇരട്ട വോട്ട് ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. ഇരട്ട വോട്ട് ഒരു വോട്ട് ചെയ്തിട്ടുണ്ട്, അത് ഉമ്മയുടെ വോട്ടാണ്. കണ്ണു കാണാത്ത സാഹചര്യത്തിൽ ഉമ്മയുടെ ഒരു വോട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ജീവിതത്തിൽ ഇതുവരെ, അതും ഈ അവസാന ഇലക്ഷനാണ് ചെയ്തത്, ജീവിതത്തിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ഇരട്ട വോട്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന ആരോപണമൊന്നും ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ ഫേസ് അങ്ങ് തകർക്കാം എന്നുള്ള ഒരു സമീപനം, ആ ഏർപ്പാടൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം ചുരത്തിന്റെ അപകടം ഉണ്ടായപ്പോ ഞാൻ പലതിനും മറുപടി പറയാതെ പോലെ. കാരണം CPMന്റെ ജില്ലാ സെക്രട്ടറിയും MLAയും അല്ലെങ്കിൽ കോൺഗ്രസും തമ്മിലുള്ളതായിരിക്കുന്ന ഏറ്റുമുട്ടൽ എന്നുള്ളൊരു ചിത്രം ഉണ്ടാക്കാനാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. ഞാൻ പലതിനും മറുപടി പറയാതെ പോലെ. എന്തിനാ ഏറ്റുമുട്ടുന്നത്? പുള്ളിന്റെ പറഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കില്ല.